ജി സുധാകരൻ എം.എൽ.എയും CPM പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം. അമ്പലപ്പുഴ നീർക്കുന്ന സ്കൂളിൽ വെച്ചായിരുന്നു തർക്കം. സ്കൂളിൽ നിന്ന് അനധികൃതമായി മണ്ണ് കടത്തുന്നുവെന്ന പരാതി അന്വേഷിക്കാൻ എത്തിയതായിരുന്നു അമ്പലപ്പുഴ MLA. പോലീസ് എത്തിയാണ് ഇരുകൂട്ടരെയും പിരിച്ചുവിട്ടത്. അതിനിടെ സുധാകരനെതിരെ പ്രതിഷേധം ശക്തമാക്കി CPM. ആലപ്പുഴ പറവൂരിലുള്ള സുധാകരന്റെ MLA ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും. അമ്പലപ്പുഴ നീർക്കുന്നത്തെ സർക്കാർ UP സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. പഴയ കെട്ടിടം പൊളിച്ചാണ് പുതിയത് പണിയുന്നത് എന്നു മാത്രവുമല്ല, നിർമ്മാണത്തിന്റെ മറവിൽ സ്കൂളിൽ നിന്ന് മണൽ കടത്തുന്നു എന്നുള്ള പരാതി സ്ഥലം MLA ആയ ജി സുധാകരന് ലഭിക്കുന്നു. ഇത് പരാതി അന്വേഷിക്കാൻ വേണ്ടിയാണ് രാവിലെ 11 മണിയോടുകൂടി ജി സുധാകരൻ സ്കൂളിലെത്തിയത്. അവിടെ നിന്ന് അദ്ദേഹം മൊബൈൽ ഫോണിൽ പഞ്ചായത്ത് സെക്രട്ടറിയോട് സ്കൂളിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഫോൺ ചെന്നതിന് പിന്നാലെ അവിടെയുള്ള അതായത് പഞ്ചായത്തിലുള്ള CPM അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തി ജി സുധാകരനുമായി സംസാരിച്ചു. ആ സംസാരമാണ് ഈ നമ്മൾ കാണുന്നത് പോലത്തെ തർക്കത്തിൽ അവസാനിച്ചത്. വിട്ടുകൊടുക്കാൻ രണ്ടു കൂട്ടരും തയ്യാറായിരുന്നില്ല. പിന്നെ സ്കൂളിൽ നിന്ന് വിവരം അറിയിച്ചതനുസരിച്ച് പോലീസ് ഉദ്യോഗസ്ഥരെത്തിയാണ് രംഗം ശാന്തമാക്കിയത്. ജി സുധാകരൻ പറയുന്നത് അനാവശ്യമായി ഈ CPM അംഗങ്ങൾ ആ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. പഞ്ചായത്ത് സെക്രട്ടറിയെ മാത്രമാണ് ഞാൻ വിളിച്ചു വരുത്തിയത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം. അന്വേഷിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്, ആരോപണം ഉന്നയിക്കാനല്ല. അങ്ങനെ പഞ്ചായത്ത് സെക്രട്ടറിയെ ഒന്ന് കാണണം. പഞ്ചായത്ത് പറഞ്ഞിട്ടാണ് പൊളിച്ചതെന്നാണ് കിട്ടിയ വരും. പഞ്ചായത്തിന് പൊളിക്കാൻ അധികാരമില്ല. ഇത് ഞാൻ പറയുകയാണ്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ പഞ്ചായത്ത് കമ്മിറ്റിക്കാർ കുറേ പേര് വന്നിട്ട് അവരൊന്ന് രണ്ട് പേര് വലിയ മകളാണ്. അവരെ ഒന്നും ഞാൻ പറഞ്ഞില്ല. സ്കൂളിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പരാതികൾ വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കുമെന്ന് ജി സുധാകരൻ പറഞ്ഞു. ഒപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് CPMന്റെ മുതിർന്ന നേതാവായ ജി സുധാകരൻ പാർട്ടി വിടുന്നത്. അന്നു മുതൽ അദ്ദേഹവും CPMും തമ്മിൽ വലിയ തർക്കം നടക്കുന്നുണ്ട്. ഏറ്റവും അവസാനമായി MV ഗോവിന്ദനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ ജി സുധാകരൻ വിമർശനം ഉന്നയിച്ചിരുന്നു. MV ഗോവിന്ദൻ പാർട്ടിയെ നശിപ്പിക്കുമെന്നും എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ CPM ജില്ലാ കമ്മിറ്റി ജി സുധാകരനെ അതേ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് വാർത്താക്കുറിപ്പ് ഇറക്കി. എന്തായാലും വരും ദിവസങ്ങളിലും ജി സുധാകരനും CPMും തമ്മിലുള്ള തർക്കം തുടരും എന്നതിൻ്റെ ലക്ഷണമാണ്, എന്നതിൻ്റെ ഉറപ്പാണ് ഇന്ന് സ്കൂളിൽ നടന്ന തർക്കം.